ചോദ്യപേപ്പർ ചോർച്ചയിൽ അധ്യാപകരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. MS സൊല്യൂഷൻസിലെ അധ്യാപകരുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടും അധ്യാപകർ ഹാജരായിരുന്നില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ അധ്യാപകർക്ക് പലതവണയായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകുന്നു മൊഴിയെടുക്കലിന്, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ആരുടെ ധൈര്യത്തിലാണ് ഈ അധ്യാപകർ ഹാജരാകാൻ മടിക്കുന്നത്? എന്താണ് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ? പലതവണയായിട്ടാണ് MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് ക്രൈംബ്രാഞ്ച് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. പക്ഷെ അപ്പോഴൊന്നും ഈ അധ്യാപകർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ 2 മണിക്ക് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാനായി MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർക്കായിരുന്നു ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിലൊന്നും തന്നെ ഈ നോട്ടീസ് നൽകിയ അധ്യാപകരാരും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഈ MS സൊല്യൂഷൻസിലെ അധ്യാപകരെ വീട്ടിൽ എത്തുകയും വീട്ടിൽ പരിശോധന നടത്തുകയും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില രേഖകളൊക്കെ തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അധ്യാപകരൊക്കെ തന്നെ ഒളിവിലാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മാത്രമല്ല, ഇന്ന് ഈ MS സൊല്യൂഷൻസിലെ CEO ആയിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. ഇതുവരെ നടത്തിയ ഒരു അന്വേഷണത്തിലും ഷുഹൈബിലേക്ക് എത്തിച്ചേരാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോടതി ഇന്ന് നടത്തിയ ഒരു നിരീക്ഷണമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ആരെയും പ്രതി ചേർത്തിട്ടില്ലല്ലോ എന്നാണ് കോടതി ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരിക്കുന്നത്. ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത്രയധികം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. മാത്രമല്ല, ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ വിദ്യാഭ്യാസ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഉദ്യോഗസ്ഥരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീളുന്നില്ല എന്നൊരു ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ CEO ഷുഹൈബ് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള ഷുഹൈബിന് മാത്രമല്ല പങ്ക്, മറ്റ് ഈ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലുള്ളവർക്ക് കൂടി ഇതിൽ പങ്കുണ്ടോ എന്ന തരത്തിലേക്ക് കൂടി ഇനി അന്വേഷണം നീളണം എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ കോടതി പോലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഷുഹൈബിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. ഏറ്റവും ഒടുവിൽ നിലവിൽ ഈ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുന്ന അധ്യാപകരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കമായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ശരി, അനഘയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.